ഹലോ, ഞങ്ങളിന്നാണെങ്കിൽ വെർജീനിയ വാട്ടർഫോൾസിൽ പോവാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 30 മിനിറ്റ്സാണ് ദൂരമുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ലേക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ലേക്ക് നമുക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. എനിക്ക് എക്സാക്റ്റ് ദൂരം അറിയത്തില്ല, പക്ഷേ നമ്മൾ നടന്ന് നമ്മൾ വിൻസർ ക്യാസലിൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് ചെല്ലുന്നത്. പക്ഷേ നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസമാണെങ്കിൽ ഭയങ്കര വെയിലും ഒക്കെ ഒരു ചൂടൊക്കെ ഉള്ള ദിവസമായിരുന്നു. ശരിക്കും നമ്മൾ ജാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നത് ഒരിത്തിരി ലേറ്റായിട്ടാണ്, അറൗണ്ട് ഒരു 6 o'clock ആയപ്പോഴാണ് ചെന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡായി. കാരണം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റും ലെഫ്റ്റും 2 വഴികളുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് അവർ അതിൻ്റെ ഒരു റൂട്ട് മാപ്പൊന്നും അവിടെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏത് വഴിയാണ് നമ്മൾ എൻട്രൻസ് എന്ന് നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിവേയ്സ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ലെഫ്റ്റ് എടുത്തു കേട്ടോ. കാരണം കുറേ ആൾക്കാർ ആ വഴി നടക്കുന്ന കണ്ടു. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാരണം കുറേ മരങ്ങളും അതിൻ്റെ ഇടയിലൂടെ കുറച്ചൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അച്ചച്ചൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് അച്ചച്ചനിങ്ങനെ എന്തോ കമൻറ്റ് ചെയ്ത് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് ശരിക്കും ഭയങ്കര ഭംഗിയുള്ള മരങ്ങൾ. അതിൻ്റെ ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും ആ മരത്തിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ കൂടെ ആ ലൈറ്റ് വരുമ്പോഴത്തേക്കിന് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു ഫസ്റ്റ് ലെഫ്റ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ ഒരു മാപ്പല്ല ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ കാസ്കേഡ് എന്ന് പറയുന്നൊരു ചെറിയൊരു വാട്ടർഫോൾസാണ്. അപ്പോൾ ഇവിടെ നിന്ന് 100 yards കാണിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ ശ്രീദേവി ചേച്ചിയൊക്കെ പോയിട്ടുള്ള പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ. അപ്പോൾ എനിക്ക് ആ വാട്ടർഫോൾസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ആഗ്രഹമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര ഒരു ഫീലാണ് അല്ലേ, ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിനും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതൊരു നാച്ചുറൽ വാട്ടർഫോൾസ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവർ പിന്നെ അതിനകത്ത് എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് നാച്ചുറലാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറയിൽ അധികം കാണുന്നില്ല, കാരണം സൺലൈറ്റ് ഭയങ്കരമായിട്ട് അവിടുന്ന് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു കൈൻഡ് ഓഫ് ഒരു നിയർലി ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണ് ആ പാറയ്ക്കുള്ളത്. അപ്പോൾ അതിനകത്തൊരു ഈ വൈറ്റ് കളറിൽ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി. ഞാൻ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഈ കാലണ്ടറിലൊക്കെ ഫോട്ടോസ് കാണത്തില്ലേ, അതിനകത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തോന്നി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാണാനും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഇതൊരു കാണേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്ന ഒരു തോട് പോലെയുണ്ട്. പക്ഷേ ആ തോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികെട്ട വെള്ളം പോലെയാണ് തോന്നുന്നത്. അത്ര ക്ലിയർ അല്ലാത്ത വാട്ടറായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ട്രൈ ചെയ്യുവാണ് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരുമിച്ച് നടക്കാനും വർത്താനം ഒക്കെ പറഞ്ഞ് നടക്കാനും. ഇപ്പം നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാരുടെ അഡൽട്ടിൻ്റെ സൈക്കിള് കയറ്റാൻ പറ്റത്തില്ല, പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് സൈക്കിളുമായിട്ട് വരാൻ തോന്നും. കാരണം 2-3 പേരെ ഞങ്ങളവിടെ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് വന്നപ്പോഴത്തേക്കും പിന്നെയും ആ ലേക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ലേക്കിനെ നമ്മൾ പല ഭാഗങ്ങളിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭംഗി തോന്നി കേട്ടോ. നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ വാട്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കൂടെ എനിക്ക് ഈ വെള്ളം കണ്ടപ്പോൾ അതിനകത്തൊന്ന് കാലൊക്കെ നനയ്ക്കണമെന്ന് തോന്നി. പക്ഷെ നമ്മൾ ഈ ഷൂവും സോക്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കാല് നനയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ ആ ലേക്കിൻ്റെ ആ ഒരു ഭംഗി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ നടപ്പ് യാത്ര ഇങ്ങനെ ആരംഭിക്കുകയാണ്. അതൊരു ഇങ്ങനെ കയറ്റം പോലെ ആയിരുന്നേ. ഞാൻ നോക്കുമായിരുന്നു എനിക്ക് ആ ഒരു ലേക്കിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കിട്ടുമോയെന്ന്. നല്ലൊരു എസ്പെഷ്യലി എനിക്ക് പറയുകയാണെങ്കിൽ അന്നത്തെ വെതർ ഭയങ്കര സൂപ്പറാട്ടോ. ഭയങ്കര സൂപ്പർ ഒരു വെതറായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് പിന്നെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ്. ശരിക്കും അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഒരു കൈൻഡ് ഓഫ് പിക്നിക് സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയി, ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അച്ചാച്ചനും കൂടി ഇങ്ങനെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു വഴി കണ്ടോ, ഇവിടെയാണെങ്കിൽ ഭയങ്കര ലൈറ്റ്, ആ ഒരു സൂര്യൻ്റെ വെയിൽ ഭയങ്കര കുറവായിരുന്നേ. പക്ഷേ അതിനും ഒരു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ സൂര്യൻ്റെ വെയിലില്ലെങ്കിലും ആ ഒരു ഇരുട്ടത്ത് ആ മരങ്ങൾ നിൽക്കുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ ആ സ്കൈയുടെ ആ ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഷെയ്ഡ് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു വലിയൊരു പറമ്പെന്നാണോ പറയുന്നത്, ഒരു സ്പേസ് കണ്ടു കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാരെയാണ് കണ്ടത്. പിള്ളേരാണ് അവിടെ നിന്ന് കളിക്കുന്നത്. ഫാമിലീസ് എല്ലാവരും, അഡൽട്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല അവിടെ വരുന്നത്. ഇങ്ങനെ റൺ ചെയ്യാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്, ജോഗ് ചെയ്യാനും ഒക്കെ. അങ്ങനെയും കുറേ ആൾക്കാരെ അവിടെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. സ്പേസ് ഇൻ ദ സെൻസ് നല്ല ഡിസ്റ്റൻസിൽ നമുക്ക് ജോഗ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. കണ്ടോ, അതിൻ്റെ പുറകെ കൂടെ ഒരാൾ റൺ ചെയ്ത് പോകുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ശരിക്കും പിള്ളേർക്കൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടി കളിക്കാനും സൈക്കിൾ ഓട്ടാനും അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ആക്ച്വലി ഞങ്ങൾ കുറച്ചേ നടന്നുള്ളൂ. ഞാൻ കുറേ നാളായി നടന്നിട്ട്. അപ്പം കുറച്ച് നടന്നപ്പോൾ തന്നെ ഇച്ചിരി വയ്യാണ്ടായി. അപ്പോൾ ശരിക്കും ഞാനും അച്ഛനും പറയായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഇങ്ങനെ സൈഡിലൊക്കെ എന്തെങ്കിലും തട്ടുകടയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചായക്കടയോ ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഓൺ ദ വെയിൽ തന്നെ കിട്ടുമല്ലോ. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്റ്റോളെങ്കിലും കാണും. ഇതിനകത്ത് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. ശരിക്കും അതാണ് UK ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടക്കുവാണ് ഫ്രണ്ടിലോട്ട്. ശരിക്കും ഞങ്ങളിന്ന് വന്ന ടൈമാണെങ്കിൽ കുറച്ച് പാളിപ്പോയി. ഞങ്ങൾ കുറച്ചുകൂടെ ഏർലി വരണ്ടായിരുന്നു. ഇതാണെങ്കിൽ വേഗം ഇവർ അടയ്ക്കുകയും ചെയ്യും കേട്ടോ. ഇന്നൊരു ബാങ്ക് ഹോളിഡേ ആയിരുന്നേ. അപ്പോൾ ഇന്ന് ഇവരിത് വേഗം ഇൻ ദ സെൻസ് 8 മണിയാകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ വെർജീനിയ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ് കാറ് പാർക്ക് ചെയ്തത്. അപ്പം നമ്മൾ ശരിക്കും അതിൻ്റെ അറ്റം വരെ പോവുകയാണെങ്കിൽ വിൻസർ കാസിലിൻ്റെ അവിടെയാണ് ചെല്ലുന്നത്. അപ്പോൾ അത് ലോങ് ആണ്. അപ്പം അത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നതിൽ ഞങ്ങൾക്ക് ഡൗട്ടായ കാരണം ഞങ്ങളിങ്ങനെ ചിന്തിക്കുവാണ്, തിരിച്ചു പോകണോ അതോ കുറച്ചുകൂടെ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു തിരിച്ച് നടക്കാമെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ വരാം, കുറച്ചുകൂടെ ഏർലി. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ദൂരം നടക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിക്കും ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പില്ല നമുക്ക് തിരിച്ചിങ്ങ് എത്തിപ്പെടാൻ പറ്റുമോ എന്നതിൽ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുക, നമുക്ക് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഏർലി വരണം, ഫുഡൊക്കെ ആയിട്ട് വരണം, മീൻസ് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നടക്കുക. കാരണം ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത്രയും ഭംഗിയുണ്ട് നടക്കുന്നതിലൊക്കെ ഒരു രസമുണ്ടെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ടർഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും എന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾസ് കാണുക എന്നതായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ലേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിന് ചുറ്റും നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കാനും ഭയങ്കര നല്ല ഒരു ഫീലാണെന്നൊക്കെ മനസ്സിലായത്. ആക്ച്വലി ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കിനെ ശരിക്കും ചില ആ ലേക്കിൻ്റെ ചില സൈഡൊക്കെ കാണുമ്പോഴേ നമ്മുടെ നാട്ടിലെ കണ്ടത്തിൻ്റെ സൈഡൊക്കെ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അവിടെ കണ്ടമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടം അല്ലെങ്കിൽ ഇതുപോലെ
എന്താ ആറ് അതിൻ്റെയൊക്കെ സൈഡ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ കുറേ ആൾക്കാരിന്ന് ചൂണ്ടയിടുകയും ഒക്കെ ഇങ്ങനെ ചെയ്തേനെ. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഫിഷിങ് അലൗഡ് അല്ലല്ലോ. പിന്നെ എല്ലാ ഫിഷിനെയും പിടിക്കാനും പാടില്ല, അതിനെന്തൊക്കെയോ ലൈസൻസും ഒക്കെ വേണം. എനിക്കൊന്ന് ഇയർലി പേയ്മെൻറ്റ് ചെയ്യുന്ന എന്തോ ലൈസൻസൊക്കെ നമ്മൾ എടുക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ. അപ്പം ഞാനും അച്ഛനും ആക്ച്വലി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അപ്പം അങ്ങനെ അതും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും നല്ല ഇപ്പം ഞങ്ങൾ തിരിച്ച് നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഒരു ചെറിയ തണുപ്പുള്ള കാറ്റും കൂടെ അടിക്കുന്നുണ്ട്. ശരിക്കും അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ആ ഒരു വെതർ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് ഊട്ടിയിലൊക്കെ നമ്മൾ പോകത്തില്ലേ, ആ സമയത്ത് നല്ല വെയിലും കാണും, എന്നാൽ ആ വെയിലിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു തണുപ്പും കാണും. അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് വെതറായിരുന്നു ഇന്ന്. അപ്പം അച്ഛൻ ആക്ച്വലി പറയുകയാണ്, ഞാൻ എപ്പോഴും ചൂണ്ടയിടും, ആ കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ തിരിച്ച് ഞങ്ങൾ അവിടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി ഐസ്ക്രീം അടിക്കാൻ ചെന്നു. ആക്ച്വലി ഞങ്ങൾ ഐസ്ക്രീം മേടിക്കുന്ന സമയത്ത് എപ്പോഴും കുറേ നോക്കും, ആ മെന്യു മൊത്തം നോക്കും. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ എപ്പോഴും ചോക്ലേറ്റ് ഐസ്ക്രീം ചൂസ് ചെയ്യും. എനിക്കും അച്ഛയ്ക്കും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റാണ്. എന്താണെങ്കിലും അറ്റ് ദി എൻഡ് ഞങ്ങൾ ചോക്ലേറ്റ് വെക്കി. പിന്നെ ഇതുപോലൊരു സ്പേസ് ഉണ്ട്, കുറേ മരങ്ങളും, അവിടെ നല്ല തണലാണ്, അത്രയും വെയിലടിക്കത്തില്ല. അപ്പോൾ അവരിതുപോലെ ടേബിളും ചെയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ശരിക്കും എനിക്കൊന്നും ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നല്ലൊരു വെതറാണ്. അതിൻ്റെ അടിയിൽ നല്ലൊരു തണുപ്പും, എന്നാൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പല്ല, അത് ഇന്നത്തെ വെതർ നല്ലതായതുകൊണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി തണുപ്പുള്ള ദിവസമാണെങ്കിൽ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആണെങ്കിൽ നല്ല വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണെന്ന് ചോദിച്ചാൽ ചൂടുമല്ല, ഭയങ്കര തണുപ്പാണെന്ന് ചോദിച്ചാൽ തണുപ്പുമല്ല, നല്ല സുഖമുള്ളൊരു വെതറായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനും അച്ചാച്ചനും അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് വീട്ടിൽ പോയേ.